മുനമ്പം വിഷയത്തിൽ ലീഗിൻ്റേത് ഇരട്ടത്താപ്പ് എന്ന ആക്ഷേപം ഉയരുന്നു. ഭൂമി പിടിച്ചെടുക്കാൻ വഖഫ് ബോർഡ് തീരുമാനിച്ചത് ലീഗ് നേതാവ് റഷീദ് അലി തങ്ങൾ ചെയർമാനായിരുന്ന കാലത്താണെന്ന വിവരം മറച്ചുവെച്ചാണ്. സമവായത്തിനെന്ന പേരിൽ ലീഗ് നേതാക്കൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, കൈവശക്കാർക്ക് നികുതി ഒടുക്കുന്നതിന് അനുമതി നൽകിയ 2022 ഉത്തരവ് റദ്ദാക്കണമെന്ന് ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. വഖഫ് ബോർഡ് യോഗത്തിൽ MC മായിൻ ഹാജി അവതരിപ്പിച്ച പ്രമേയത്തിൻ്റെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു. 2022 ഒക്ടോബർ 18 ചേർന്ന വഖഫ് ബോർഡ് യോഗത്തിൽ ലീഗ് നേതാവ് MC മായിൻ ഹാജിയും അഡ്വക്കേറ്റ് M സൈനുദ്ദീനും അവതരിപ്പിച്ച പ്രമേയത്തിൻ്റെ പകർപ്പാണിത്. കൈവശക്കാർക്ക് നികുതി ഒടുക്കുന്നതിന് അനുമതി നൽകിയ സർക്കാർ തീരുമാനം റദ്ദാക്കണമെന്നാണ് പ്രമേയത്തിലെ ആവശ്യം. 2022 ജൂലൈ 20 റവന്യൂ മന്ത്രി വിളിച്ചുചേർത്ത യോഗത്തിൽ എടുത്ത തീരുമാനപ്രകാരമായിരുന്നു നികുതി ഒടുക്കാൻ അനുമതി നൽകിയത്. ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടവരാണ് സമവായത്തിനെന്ന പേരിൽ ബിഷപ്പ് ഹൗസ് സന്ദർശിച്ച് ഇപ്പോൾ വലിയ വാർത്തയാക്കിയത്. പാണക്കാട് സയ്യിദ് റഷീദ് അലി തങ്ങൾ വഖഫ് ബോർഡ് ചെയർമാനായിരിക്കെ തിരിച്ചുപിടിക്കാൻ ഉത്തരവിട്ട ഭൂമിയാണെന്നും പ്രമേയത്തിൽ ലീഗ് നേതാവ് തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വേണ്ടത്ര ചർച്ചയോ കൂടിയാലോചനയോ നടത്താതെയായിരുന്നു 2019 മെയ് 20 ഭൂമി തിരിച്ചുപിടിക്കാൻ വഖഫ് ബോർഡ് തീരുമാനിച്ചത്. ലീഗ് നേതാക്കളെടുത്ത ഈ തീരുമാനമാണ് വിഷയത്തെ സങ്കീർണമാക്കിയത്. മാത്രമല്ല, നികുതി ഒടുക്കാൻ അനുമതി നൽകി പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ശ്രമിച്ചപ്പോൾ അതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം മറച്ചുവെച്ചാണ് ലീഗ് നേതാക്കളായ സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും സഭാ ആസ്ഥാനം സന്ദർശിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നു എന്ന വിധത്തിൽ വാർത്തയാക്കിയത്. സർക്കാരിൻ്റെ പരിഹാര ശ്രമങ്ങൾ നീണ്ടുപോകുന്നു എന്ന ആരോപണവും ലീഗ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം അടുത്ത ദിവസം ചേരാനിരിക്കെയാണ് ഈ ആരോപണം. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു സർക്കാരിൻ്റെ സമവായ ശ്രമങ്ങൾ വൈകിയത്. ഇക്കാര്യം മറച്ചുവെച്ച് ലീഗ് നേതാക്കൾ സർക്കാരിൽ പഴിചാരാനായിരുന്നു ശ്രമിച്ചത്. ലീഗ് നേതാക്കൾ വഖഫ് ബോർഡിൻ്റെ തലപ്പത്തിരുന്ന കാലത്തെടുത്ത തീരുമാനമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് വഴിവെച്ചത് എന്ന വസ്തുത സന്ദർശനം ആഘോഷമാക്കിയ UDF പക്ഷ മാധ്യമങ്ങളും മറച്ചുവെച്ചു. സാലി മുഹമ്മദ്, കൊച്ചി.